ശ്രീ ജയപ്രകാശ്, ഇന്ന് കേരള ഹൈക്കോടതി ഒരു വിധി വന്നിരിക്കുകയാണ്. കേന്ദ്രം ഉടനെ ഉത്തരവിടണം CBI അന്വേഷണത്തിന്. അപ്പൊ താങ്കളുടെ ഈ എന്താണ് സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷമുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു, ആ യുദ്ധത്തിന് ഒരു വിജയം കണ്ടിരിക്കുകയാണോ ഇന്ന്? തീർച്ചയായും വിജയം കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. എന്നാലും വിജയത്തോട് അടുത്തിരിക്കുന്നു എന്ന് വേണേൽ പറയാം. അന്വേഷണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ ഇതിൽ ഒരു ഹർജിയിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ആഴ്ച 33 വരെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് കുട്ടികളെ പിൻവലിച്ചിട്ട് ആ കൊലപാതകത്തിന് കൂട്ടുനിന്ന് അവരെ പിൻവലിച്ചിട്ട് അവര് സാധാരണ ജീവിതത്തിലോട്ട് പോകുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇത് പേടിച്ച് സർക്കാരിനെതിരെ ഞാൻ ഒരു ഹർജി മൂവ് ചെയ്തത്. അത് കേന്ദ്രത്തിലല്ല, കേരള ഗവൺമെന്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് അട്ടിമറിക്കും. ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, പോലീസ് അന്വേഷണം മതിയാക്കി അതിൽ കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ട് കേരളം അല്ലെങ്കിൽ അട്ടിമറിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ മൂവ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ അവർ പേപ്പറുകളൊക്കെ കൊടുക്കുന്നു. ആ പേപ്പറുകൾക്ക് ഈ പേപ്പർ കൊടുക്കുന്നു, കേന്ദ്രത്തിന് കൊടുക്കുന്നു. എന്നിട്ട് കേന്ദ്രത്തിന് പെട്ടെന്നൊരു പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രൊസീജിയറുണ്ട്. CBIക്ക് ആണെങ്കിൽ അവർക്ക് അതിന്റെ പ്രൊസീജിയറുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇവര് കേരളം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ 9-ാം തീയതി മൂവ് ചെയ്ത സാധനം അവർ ആ സമയത്ത് ക്ലിയർ ആയിട്ട് പേപ്പറുകളെല്ലാം കൊടുത്തിരുന്നെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ രീതിയിൽ പ്രൊസീജിയർ പോകുമായിരുന്നു. ഇതിനു മുമ്പ് CBI അന്വേഷണം പകുതി വരെ എത്തുമായിരുന്നു. ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പേ. ഇപ്പൊ എല്ലാ തെളിവുകളും നശിപ്പിച്ചു കഴിഞ്ഞു. അവർ ഏകദേശം നശിപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള സമയം കിട്ടി. നശിപ്പിക്കാനുള്ള ടൈമാണ് ഈ കേരള ഗവൺമെന്റ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അവർ പേപ്പർ കൊടുത്തു, CBIക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് CBI എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കും. ഈ പ്രത്യേകിച്ച് കോടതി ഇതും കൂടെ വന്നതുകൊണ്ട് അവിടുന്നുള്ള മൂവിങ് അല്ലെങ്കിൽ അവിടുന്നുള്ള പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് തന്നെ പോകുന്നുള്ളത് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഏതാനും ദിവസം മുമ്പ് ഒരു കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് മുമ്പിൽ സമരം നടത്തുന്നു. അപ്പൊ ഈ ഹൈക്കോടതി വിധി വന്നുകൊണ്ട് ഈ സമരത്തിൽ പിന്മാറാൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇപ്പോഴും ഞാൻ പിന്മാറാനായിട്ട് ഇതുവരെയ്ക്കും ഞാൻ പിന്മാറാൻ ആലോചിക്കുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് CBI അന്വേഷണം മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നത്. CBI അന്വേഷണം വൈകുന്നു എന്നതിനെ കുറിച്ചുള്ള അത് മാത്രമല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ കൊലയാളികളായ പെൺകുട്ടികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഈ അക്ഷയെ, അതായത് ഇടുക്കിയിലുള്ള നേതാവ് സംരക്ഷിക്കുന്ന അക്ഷയെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല? വെറുതെ പ്രതി ചേർക്കണമെന്ന് പറയാനില്ല, വ്യക്തമായ തെളിവുകളുണ്ട്. ഡീനിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? കേരള സർക്കാർ ആക്ഷൻ എടുത്തില്ല. കേരള സർക്കാർ ആക്ഷൻ എടുക്കണമെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റും മൃഗസംരക്ഷണ വകുപ്പ് അവരുടെ മന്ത്രിയാണ് ആക്ഷൻ എടുക്കേണ്ടത്. വെറുതെ അവർ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് വീട്ടിൽ വിശ്രമിച്ചോ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്തുകൊണ്ട് കേസിന് വ്യക്തമായിട്ട് ഇൻവോൾവ് ഉണ്ട്. അവർ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ല. കേരള സർക്കാർ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല. CBI അന്വേഷണം ഇതുവരെയ്ക്കും ആയിട്ടില്ലല്ലോ. ഇത് ഒരു 2 ആഴ്ച, ഞാൻ 9-ാം തീയതി വിക്ടാമിന് ഇറക്കിയല്ലേ ഉള്ളൂ. അതിനുശേഷം ഇതുവരെയ്ക്കും അവരെ പ്രതി ചേർക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതുവരെയ്ക്കും പിന്മാറിയിട്ടില്ല. ഞാൻ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സമയവും കാര്യങ്ങളും നോക്കി. കേരള പോലീസിന് കിട്ടാത്ത പല തെളിവുകളും താങ്കളുടെ കയ്യിലുണ്ടെന്ന് താങ്കൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. പല പ്രതികളെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഈ തെളിവുകളും ഈ പ്രതികളുടെ പേരും താങ്കൾ CBI കൈമാറുമോ? തീർച്ചയായും കൈമാറും. അത് എങ്ങനെ നമ്മൾ കൈമാറാതിരിക്കാൻ? നമ്മളെന്തിനാ മറച്ചു വെക്കുന്നത്? കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണല്ലോ പോലീസോടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് സംശയമുണ്ടെങ്കിൽ 25/2 കഴിഞ്ഞ മാസം വന്നിട്ടുള്ള എന്റെ മൊഴി എടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി, നമ്മളെ കുടുംബത്തിന്റെ മൊഴി പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ആ മൊഴി പറഞ്ഞിട്ടുള്ള കാര്യവും അവരന്വേഷിച്ച കാര്യവും അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യവും ഒരേ കാര്യമാണ്. അവൻ എവിടെ വെച്ചോ മർദ്ദിച്ചോ, എന്തൊക്കെ കാര്യം ചെയ്തു, ആരൊക്കെ മർദ്ദിച്ചു, അതിന്റെ ആ പേരുകളെല്ലാം അതിലുണ്ട്. പിന്നെ പോലീസ് കണ്ടുപിടിച്ചതാണ് അതിൽ കുറച്ച് കൂടുതൽ പ്രതികളുണ്ട്. അത് സത്യമാണ്, അത് പോലീസ് കണ്ടുപിടിച്ചതാണ്. പക്ഷെ അവിടെ എന്ത് കാര്യങ്ങൾ നടന്നു, എന്ത് സംഭവം നടന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനുള്ള വ്യക്തമായ തെളിവും കാര്യങ്ങളും ഈ ഡീനിനെതിരെയും ഈ അക്ഷയ്ക്കെതിരെയും ഈ ഈ പെൺകുട്ടിക്കെതിരെയിട്ടുള്ള വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് CBIക്ക് തന്നെ കൈമാറിയേ പറ്റുള്ളൂ. അത് ഇനിയിപ്പം നമ്മൾ കേരള പോലീസിന് കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള പോലീസിനെ കുറ്റം പറയുന്നതല്ല. അത് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആഭ്യന്തര മന്ത്രാലയത്തിൽ കൊണ്ടുവരാൻ പറയും. ആഭ്യന്തര മന്ത്രാലയം അതിനെ അട്ടിമറിക്കും. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. CBIക്ക് കേരള പോലീസ് കൈമാറിയ രേഖകൾ പലതും ഒറിജിനൽ അല്ല. അതായത് അവർ കൊടുത്ത രേഖകളുടെ യഥാർത്ഥ പ്രതികളുടെ പേരുകൾ ഇല്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമായ വാർത്തയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ആ റിപ്പോർട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, കേരള പോലീസ് CBI കൊടുത്തത്? ഇല്ല, ഞാൻ ആ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ലല്ലോ. ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കുമല്ലോ CBI അന്വേഷണം നടത്തുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ആ റിപ്പോർട്ടിനനുസരിച്ച് CBI അന്വേഷണം നടത്തുകയാണെങ്കിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കേസ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അന്വേഷിക്കുന്ന ഒരു കേസ് തൃപ്തിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു CBIക്കോ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്?
ഈ കേസ് അവർ അന്വേഷിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ CBIയിലോട്ട് പോകുന്നത്. അപ്പൊ ഈ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും കാര്യങ്ങളും ഉറപ്പായിട്ട് തെറ്റാണ്. അത് CBIക്ക് അറിയായിരിക്കും. ഇത് ശരിയാണ്, എല്ലാം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തിനാ CBIയിലോട്ട് പോകുന്നത്? അത് കറക്റ്റ് ആയിരിക്കുമല്ലോ. CBIയിലോട്ട് പോകുന്ന എന്താണ്, ഇവർ അട്ടിമറിച്ചു, സർക്കാർ അട്ടിമറിച്ച കേസ്, എല്ലാ തെറ്റായ കേസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് നമുക്ക് തോന്നുന്നു വ്യക്തമായ തെളിവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ CBIക്ക് പോകുന്നത്. അപ്പൊ അവർ ഏത് റിപ്പോർട്ടാ കൊടുക്കട്ടെ. എനിക്കറിയാം അവർ ഒരു ദുർബലമായ വകുപ്പുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു കൊലപാതക കുറ്റം പോലും ചുമത്തിയിട്ടില്ല, ഒരു 302 കാര്യങ്ങളൊന്നും ചുമത്തിയിട്ടില്ല. വളരെ ദുർബലമായ ചുമത്തിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. അവരെ SFI എന്നുള്ള തീവ്രവാദി സംഘടനകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർ കൊണ്ട് കൊടുത്തത്. അത് ശരിയായിട്ടുള്ള റിപ്പോർട്ടല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പൊ അത് അതിന്റെ എന്താണ് CBI, അതുകൊണ്ടാണ് നമ്മൾ CBI വിശ്വസിക്കുന്നത്. ഈ റിപ്പോർട്ട് വെച്ചിട്ട് CBI അന്വേഷിക്കേണ്ട കാര്യമില്ല. CBIക്ക് അവരുടെ വഴിയുണ്ട്, അവരന്വേഷിച്ചോളും, കണ്ടുപിടിച്ചോളും. നന്ദി ശ്രീ ജയപ്രകാശ്.